സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക തനിക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ലെന്നും എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ചതാണെന്നും തുറന്നു പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും സിയയും ഗൗതവും പ്രിയങ്കയോട് പൊട്ടിത്തെറിക്കണേ. അപ്പോൾ നീ ഇത്ര നാൾ ഞങ്ങളെ പൊട്ടന്മാരാക്കുമായിരുന്നല്ലേ? നീ അതിബുദ്ധിമതിയാണ്. അതുകൊണ്ടല്ലേ നിൻ്റെ കൂടെ എന്തിനും ഏതിനും കൂടെ നിന്ന ഞങ്ങളിൽ നിന്ന് പോലും ഈ സത്യം മറച്ചു വെച്ച് ഞങ്ങൾ നീ പൊട്ടം കളിപ്പിച്ചത്. അന്നേരം ഗൗതം ദേഷ്യത്തോട് പറയണേ, നിൻ്റെ ഈ പൊട്ടത്തിനെ പോലെയുള്ള അഭിനയം കാരണം എൻ്റെ അച്ഛൻ ഇപ്പോഴും ജയിലിൽ കിടന്ന് അറിയിക്കുന്നത്. അങ്ങനെയുള്ള നിന്നോട് ഇനി ഞങ്ങൾ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? ഈ സമയം സുകുമാരി പറയണേ, അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാ. ഇവളുടെ അവസ്ഥയും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇവളെങ്ങാനും ചന്ദ്രശേഖരന് വേണ്ടി അന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ നാടോടി പെണ്ണിനെ കൊന്നതിൻ്റെ പേരിൽ എൻ്റെ മോളെ ശിക്ഷിക്കുമെന്ന് അവൾ പേടിച്ചു. ആ ഭയമുള്ളതുകൊണ്ടാണ് അവൾ ഒന്നും പറയാതെ മന്ദബുദ്ധിയും പോലെ ഇത്ര നാളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഗൗതം പറയണേ, അങ്ങനെ ഒരു സംശയം ഇവൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയണമായിരുന്നു. അങ്ങനെ ഇവൾക്കൊരു ദോഷം വരുത്താതെ ഞങ്ങൾ തന്നെ ഇവളെ രക്ഷിച്ചെടുക്കുമായിരുന്നു. എന്നാൽ നിങ്ങളെന്താ ചെയ്തത്? ഞങ്ങളെ പോലും കബളിപ്പിക്കുമായിരുന്നില്ലേ? ഈ സമയം സിയെ പറയണേ, എടോ ഗൗതം, നമ്മൾ ഇവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഇവർക്ക് ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഇവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമ്മളിനി ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. വാ നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ പോകാൻ നിൽക്കുക. അന്നേരം സുകുമാരി പറയണേ, അയ്യോ സാറേ, ചതിക്കല്ലേ, ഞങ്ങളിങ്ങനെ കൈവിട്ടിട്ട് പോകല്ലേ. ഞങ്ങൾക്ക് സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല. ഈ സമയം പ്രിയങ്ക പറയണേ, അതെ സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ഞാൻ ചെറിയച്ഛന് വേണ്ടിയിട്ട് കോടതി വന്ന് മാപ്പ് പറയാം. എല്ലാ സത്യങ്ങളും അവിടെ തുറന്നു പറഞ്ഞോളാം. ചെറിയച്ഛനെ രക്ഷപ്പെടുത്താൻ ഞാൻ സഹായിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ എന്ത് ചെയ്തോളാം. അന്നേരം സിയെ ചോദിക്കണേ, സത്യമാണോ അതോ ഇനി വീണ്ടും അവിടെ എത്തുമ്പോൾ നീ കാല് മാറുമോ? ഇല്ല സാറേ, ഇത് സത്യം തന്നെയാണ്. എന്നെ ഈ കേസിൽ പെടുത്താതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി. ശരി, ഇനി നീ ഒരു തവണ കൂടി കോടതിയിൽ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നിന്നെ ഞങ്ങൾ ഈ ഭൂമിയിലേ വെച്ചേക്കില്ല. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഒരിക്കലും ചതിക്കില്ല സാറേ. ശരി, അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ കോടതിയിൽ വിളിപ്പിക്കുന്നതിന് ആ സമയം നീ വന്ന് കാര്യങ്ങളെല്ലാം നടന്നതുപോലെ തന്നെ പറഞ്ഞോളണം. പിന്നെ മറ്റൊരു കാര്യവും കൂടി, രണ്ടുപേരും കൂടെ ഇന്ന് തന്നെ സ്റ്റേഷനിൽ വന്ന് ആ ഗാർഹിക പീഡനത്തിനുള്ള കംപ്ലൈൻറ്റ് അങ്ങ് പിൻവലിച്ചേക്ക്. അതെന്തിനാ സാറേ? ആ കംപ്ലൈൻറ്റ് അവിടെ അങ്ങ് കിടന്നോട്ടെ. അത് നമുക്കൊരു ബലമല്ലേ എന്ന് സുകുമാരി ചോദിക്കുമ്പോൾ സിയെ പറയണേ, തൽക്കാലം ആ കംപ്ലൈൻറ്റിനോട് ഇനി ഒരു ഉപയോഗമില്ല. അതിന് നിലനിൽക്കാനും പോകുന്നില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ വന്ന് പിൻവലിക്കാൻ. നമുക്കെന്താണെങ്കിലും മറ്റൊരു വഴി ആലോചിക്കാം. ഞാനും ഗൗതവും ഒന്ന് ആലോചിക്കട്ടെ, അതിനുശേഷം നിങ്ങളോട് പറയാം. അന്നേരം ഗൗതം പറയണേ, അതെ, ഇനിയും ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടി കാണിച്ച് കോളോക്കരുത്. ഞങ്ങൾ പറയും, അത് നിങ്ങൾ അനുസരിച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ഓഫീസാണ്. അവിടുത്തെ ഒരു സ്റ്റാഫ്, മൃദുല എന്ന പേരുള്ള ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ ഫോണിലൂടെ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കണേ. സങ്കടപ്പെട്ട് അവർ വീട്ടിലെ അവസ്ഥേനൊക്കെ കുറിച്ച് പറയണേ. ആ സിയെ എൻ്റെ മോളെ വല്ലാതെ ഭീഷണിപ്പെടുത്തി. എൻ്റെ മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ അയാളുടെ പ്രതികരണം വളരെ മോശമായിരുന്നു. അവളാകെ മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലാണ്. എനിക്ക് അവളല്ലാതെ മറ്റാരുമില്ല. എൻ്റെ ഈ സങ്കടമൊക്കെ ഞാൻ ആരോട് പറയാനാ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ വരുൺ ഓഫീസിലേക്ക് കയറി വരുന്നത്. അന്നേരം എല്ലാവരും വരുണിനെ കാണുന്നതും ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം മൃദുല ഫോണിൽ ആരോടോ സംസാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് വരുൺ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വരുൺ മൃദുല ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകുവാണ്. ഈ സമയം മൃദുല വല്ലാതെ പേടിക്കുമോ? സാർ വന്നപ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സാറിനത് ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത്. എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് പേടിയോടിരിക്കുവാണ് മൃദുല. ഈ സമയം അകത്തെത്തിയ വരുൺ അവിടുത്തെ അറ്റൻഡർ വരുമ്പോഴേക്കും അയാളോട് മൃദുലനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുവാണ്. അങ്ങനെ മൃദുല മാഡത്തെ വരുൺ സാറെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞിട്ട് പോകുക. അത് കേൾക്കുന്നത് മൃദുലയാണെങ്കിൽ ആകെ ഭയന്ന് അകത്തേക്ക് കയറി പോകുക. സാർ, സോറി സാർ, ഒരു അത്യാവശ്യ കോളായത് കാരണം ഞാൻ അറ്റൻഡ് ചെയ്തത്. അന്നേരം വരുൺ ചോദിക്കണേ, അതിന് ഓഫീസിലാരും ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ വില കേട്ടില്ലല്ലോ. മൃദുല, നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് എന്തോ കാര്യം പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് കരയുന്നുണ്ടോ? നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതിന് ടെൻഷനിലാണോ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്തുണ്ടെങ്കിലും പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്നു പറയാം. അന്നേരം വരുണിനോട് മൃദുല കാര്യം പറയണേ, മറ്റൊന്നുമല്ല സാർ, 2-3 ദിവസം മുമ്പേ എൻ്റെ മോളെ അവളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ കയറി പിടിച്ചു. അതിൻ്റെ പേരിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. കേസെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആ സിയെ ഞങ്ങളെ പറഞ്ഞു വിട്ടെങ്കിലും പിന്നീട് അതിൻ്റെ പേരിൽ ഒരനക്കവും ഉണ്ടായില്ല. അവൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ പയ്യനുണ്ടല്ലോ, ഇവിടുത്തെ MLA മകനോ മറ്റോ ആണ്. അവനാ പോലീസുകാരന് കൈക്കൂലി കൊടുത്ത് കേസൊക്കെ ഒതുക്കി തീർത്തു. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് അന്വേഷിക്കാൻ പോയ എന്നോടും എൻ്റെ മോളോടും അയാൾ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എല്ലാം എൻ്റെ മോളുടെ
കുറ്റമാണെന്നും അവളാണ് ആണുങ്ങളെ വശീകരിക്കാൻ ചെല്ലുന്നതോ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായിട്ട് എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അയാളുടെ ആ പെരുമാറ്റം കാരണം എൻ്റെ മോള് വല്ലാതെ മാനസികമായിട്ട് തളർന്നിരിക്കുവാണ്. ആകെ സങ്കടത്തിലാണ്. അവളുടെ ഈ സങ്കടം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. ഭർത്താവ് കുറച്ച് നാൾ മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. സഹായത്തിനാണെങ്കിൽ മറ്റാരുമില്ല. അങ്ങനെ പറഞ്ഞ് ആകെ സങ്കടത്തിൽ മൃദുല ഇങ്ങനെ പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ടിട്ട് വരുൺ പറയണേ, നിങ്ങളുടെ കുട്ടിയെ ഇത്തരത്തിലൊരു പോലീസുകാരൻ ക്രൂരമായ രീതിയിൽ തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരിക്കലും അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. എന്താണെങ്കിലും മൃദുലൊരു കാര്യം ചെയ്യ്, മോളെയും കൂട്ടി വൈകിട്ടൊന്ന് വരൂ, നമുക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാം. എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ടാകും. നിങ്ങൾക്ക് ഞങ്ങളോട് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയാം. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മളതിനെതിരെ പ്രതികരിക്കാനായിട്ട് മടിക്കാൻ പാടില്ല. ശരി മൃദുല, അപ്പോൾ ഈവനിങ്ങിൽ കാണാം. അങ്ങനെ പറഞ്ഞ് വരണവരെ പറഞ്ഞു വിടുവാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ്. രാധിക അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരനും മുത്തശ്ശിയും പത്മിനിയും അതുപോലെ കൽപ്പനയും ഉർവശിയും എല്ലാവരും ഉണ്ടാകും. അന്നേരം പരമേശ്വരൻ പറയണേ, മോളിങ്ങനെ വിളമ്പിത്തരാതെ മോൾക്കും കൂടി കൂടെ ഇരുന്ന് കഴിച്ചൂടെ? അന്നേരം മുത്തശ്ശി പറയുക, എന്താണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, അതിൻ്റെ ഉത്സാഹത്തിലാണ് രാധിക മോളും. അതുകൊണ്ട് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമല്ലേ എല്ലാവരും കൂടി ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. പഴയ സന്തോഷവും സമാധാനമൊക്കെ കിട്ടി മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോൾ. ഈ സമയം ഉർവശി പറയണേ, അതെ ഏട്ടനുണ്ട്, അമ്മ ജയിലിൽ നിന്ന് വന്നു. ഇതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, ഇനി ഇതുപോലെ മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്ന് പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും കാണിച്ചതുപോലുള്ള ഓരോ കോപ്രായങ്ങളും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയാലുണ്ടല്ലോ പത്മിനി, നീ പിന്നെ എന്നോടോ പരമേശ്വരനോടോ അനുവാദമൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അടുത്ത നിമിഷം തന്നെ അങ്ങനെയുള്ള കാണിക്കുന്നവരെയൊക്കെ ഈ വീടിന് പുറത്താക്കിക്കോ. അതിന് നീ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. അന്നേരം പത്മിനി പറയണേ, ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അമ്മേ. ഈ സമയത്തായിരിക്കോട്ടെ രാധികയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. മോളെ രാധികെ, നിൻ്റെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നത്. അങ്ങനെ രാധിക ഫോൺ എടുക്കുവാണ്. വരണായിരിക്കോട്ടെ ഫോൺ വിളിക്കുന്നത്. പറ വരും. രാധിക, താനിപ്പോൾ എന്ത് ചെയ്യുക? ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തോറ്റി? ഒരു കാര്യം ചെയ്യ്, താൻ ഉടനെ ഓഫീസിലേക്ക് വാ. എന്തിനാ? വേഗം വാ, ഒരു കാര്യമുണ്ട്. സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ? അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം, താൻ വേഗം വന്നേ. അങ്ങനെ രാധിക ഫോൺ കട്ട് ചെയ്യുക. അമ്മേ, വരണ വിളിച്ചത്. എന്നോട് ഉടനെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓഫീസിലേക്കോ? എന്തിനാ? അതറിയില്ല, അവിടെ ചെന്നിട്ട് പറയാമെന്നാ പറഞ്ഞാ. എന്നാൽ ശരി, മോള് വന്നിരുന്ന് ഭക്ഷണം കഴിക്ക്, എന്നിട്ട് വേഗം പൊക്കോ. ഈ സമയം രാധിക പറഞ്ഞേ, അത് വേണ്ടമ്മേ, ഞാനേ ആദ്യം വരണിൻ്റെ അരികിലേക്ക് പോകാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചോളാം. ഈ സമയം മുത്തശ്ശി വരണേ, എന്നാൽ പിന്നെ പത്മിനി, മോള് നിർബന്ധിക്കണ്ട, അവൾ പോട്ടേന്നേ. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ രണ്ടാൾക്കും പുറത്തുനിന്നാണെങ്കിലും ഭക്ഷണം കഴിക്കാമല്ലോ, മോള് ചെല്ലും. അന്നേരം പരമേശ്വരൻ വിചാരിക്കണേ, എന്നാലും വരണ എന്തിനായിരിക്കും രാധിക മോളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അത് കേട്ട് കൽപ്പന പറയണേ, ഇനി നിങ്ങൾ അതിൻ്റെ കാര്യം എടുത്ത് അത്രയ്ക്ക് തലപോകിച്ച് ആലോചിക്കുകയൊന്നും വേണ്ട. വരണല്ലെങ്കിലും ഇതുപോലുള്ള കുസൃതി ഒപ്പിക്കുക എന്നുള്ളത് വലിയ ശീലമാണല്ലോ, അല്ലാതെ വലിയ കാര്യമുള്ള കാര്യത്തിലൊന്നുമല്ല. ഈ സമയം മുത്തശ്ശി പറയണേ, അല്ല, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ നല്ല സ്നേഹവും അടുപ്പോക്കിലും ഉണ്ടെങ്കിൽ അവരിതുപോലെയുള്ള പല കുസൃതികളും കാണിച്ചു വന്നിരിക്കും. നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട നിനക്കിതുപോലുള്ള ഭാഗ്യമൊന്നും കിട്ടാത്തത്. അതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും തോന്നിയിട്ടേ ഒരു കാര്യവുമില്ല. അങ്ങനെ പറഞ്ഞ് കൽപ്പനക്കിട്ടൊരു കൊട്ടു കൊടുക്കുവാണ്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും തിരികെ അറ്റുവേശയിലെത്തുന്നതാണ്. അങ്ങനെ പമ്മി ആരുടെ ശ്രദ്ധയപ്പെടാതെ ആർക്കും മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം യശോദ അവരുടെ മുമ്പിലേക്ക് അവരെ കളിയാക്കി ചിരിച്ചുകൊണ്ട് വരുവാണ്. അല്ല, ഇതാരാണ്? കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ പ്രകടനങ്ങൾ? കണിമംഗലത്തെ ജയഭാരതിയെ എല്ലാ വിധത്തിലും പൂട്ടി ഇനി ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ജയഭാരതി മുത്തശ്ശി പുറത്തിറങ്ങിയ വിവരം അറിഞ്ഞിട്ടില്ലേ? രണ്ടുപേരും ഇത് എങ്ങനെ സഹിക്കുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരെയും കളിയാക്കുവാണ്. ഈ സമയം ദേവനും വരുന്നുണ്ട്. അതെ, ഇനി കണിമംഗലത്തെ ജയഭാരതി മുത്തശ്ശിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കണം എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞു നടന്നത്. ഇന്നലെ അവരെ പുറത്തിറക്കാനായിട്ട് ഉന്നതങ്ങളിൽ നിന്ന് പലരും വിളിച്ചുകൊണ്ടിരുന്നത്. യശോദേ, ഇതൊന്നും കൊണ്ട് ഇവർ പഠിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തു തന്നെ കാട്ടിക്കൂട്ടിയാലും ശരി, അവസാനം സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അക്കാര്യം നിങ്ങൾ രണ്ടാളും മനസ്സിലൊന്ന് കരുതി വെച്ചാൽ നന്നായിരിക്കും. അങ്ങനെ അവരുടെ കളിയാക്കലും പരിഹാസവും ഒക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി നേരാകത്തേക്ക് കയറി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മൃദുലയും മോളും കൂടി വരുണിൻ്റെ അധികം പറഞ്ഞ സ്ഥലത്ത് കാത്തു നിൽക്കുന്നതാണ് കേട്ടോ. ഈ സമയം വരുണിൻ്റെ അധികം അവിടെ എത്തുന്നുണ്ട്. അന്നേരം രാധിക പറയണേ, കാര്യങ്ങളെല്ലാം വരുൺ എന്നോട് പറഞ്ഞു. മോളെ, നീ ഇപ്പോൾ ഓക്കെയല്ലേ? ഞാനിപ്പോൾ ഓക്കെയാണ്, പക്ഷേ ഇപ്പോഴും
ആ കോളേജിൽ എന്നെ ഉപദ്രവിച്ചവനുണ്ടല്ലോ, അവനിപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി എന്നെ വീണ്ടും ടോർച്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. സിഐയോട് പരാതി കൊടുത്തിട്ടാണെങ്കിൽ അയാൾ അതിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല. പകരം എന്നെ കുറ്റക്കാരിയാക്കാൻ നോക്കുക, എന്നെ മാനസികമായിട്ട് തളർത്താൻ നോക്കുക. അമ്മേനോട് പറഞ്ഞതാ പരാതി പിൻവലിക്കാൻ. പക്ഷേ ഞാൻ നിർബന്ധം പിടിച്ചത് ആ പരാതി അങ്ങനെ തന്നെ നിൽക്കണമെന്ന്. അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ മുറിവേൽക്കുന്നത് എൻ്റെ അഭിമാനത്തിന് തന്നെയാ. അല്ലേ ചേച്ചി? അത് മോള് പറഞ്ഞ 100% ശരിയാ. സത്യം പറഞ്ഞാൽ മോളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഇത്രയെങ്കിലും ധൈര്യം വേണം. നമുക്കെതിരെ ഒരു അനീതി നടന്നാൽ അതിനെതിരെ പ്രതികരിക്കാൻ മടിക്കാൻ പാടില്ല. മൃദുലേച്ചി, ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ചേച്ചിയുടെ മോൾക്കൊപ്പം ഞാനും വരണമുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടാളും കൂടി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലണം. ആ കേസിനെ കുറിച്ച് എന്തായിന്ന് ചോദിക്കണം അയാളോട്. ഞങ്ങളൊന്നും ഇവിടെ കൂടെ വരാം, പക്ഷേ ഞങ്ങൾക്ക് ആ ചെയ്യാനായിട്ട് ചെറിയ ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരിട്ട് അയാളുടെ മുമ്പിലേക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ പുറത്ത് തന്നെ നിൽക്കാം. നിങ്ങൾ രണ്ടാളും കയറി അയാളോട് ചോദിച്ചാൽ മതി. നമ്മളിതങ്ങനെ വിട്ടു കളഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് തോന്നണം. മോൾക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ചേച്ചി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഞാനാണ് മോശക്കാരി എന്ന് അയാൾ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ എനിക്കതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവന്നല്ലേ പറ്റും. എനിക്ക് ഇതിനെതിരെ പരാതി എടുപ്പിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും വന്ന് കാറി കയറ്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരെയും കയറ്റി വളരെ അധികം നേരെ സ്റ്റേഷനിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, സത്യം പറയാലോ മുത്തശ്ശി, നമ്മൾ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ രാധികയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ വിജയത്തിൻ്റെ തൊട്ട് മുമ്പിൽ വരെ എത്തിയതാ, എന്നിട്ടും എല്ലാം കൈവിട്ട് പോയില്ലേ? സത്യം പറഞ്ഞാൽ വരുണും രാധികയും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്ന കാര്യം ഓർക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ആ ചെറിയച്ഛനെ പുറത്തിറക്കാനായിട്ട് ഞാനവിടെ കോടതിയിൽ പോയി എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ ആ നാടോടി പെണ്ണിനെ കൊന്നതിൻ്റെ പേരിൽ എല്ലാം കൂടി അവസാനം എൻ്റെ തലയിൽ വരില്ലെന്ന് എന്താ ഉറപ്പ്? എന്നെ പോലീസുകാർ പിടിച്ച് ജയിലിടില്ലെന്ന് എന്താ ഉറപ്പ് മുത്തശ്ശി? അന്നേരം മുത്തശ്ശി വരണേ, എടി പ്രിയങ്കെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവർ നമുക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ നിനക്കൊരു പ്രശ്നവും വരില്ലെന്ന്. നീ ധൈര്യമായിട്ടിരിക്കേ. പിന്നെ നീ ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ സംസാരിക്കല്ലേ. എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വരുമെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം ഈ മുത്തശ്ശിക്കൊണ്ട്. ഞാനങ്ങനെ തളർന്നിരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് ഒരവസരം വരും മോളെ. നമുക്കെതിരെ എത്ര മുറുകെ അടിച്ച വാതിലാണെങ്കിലും അതിനെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി കിടക്കാനായിട്ട് ഒരവസരം കിട്ടും. അതിൻ്റെ പ്രതീക്ഷയല്ലായി മുത്തശ്ശി. എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട്. നീയും പ്രതീക്ഷ നഷ്ടപ്പെടാതെ കാത്തിരിക്കണം. നമ്മൾ തളർന്നു കഴിഞ്ഞാലേ നമ്മുടെ ശത്രുക്കളായിരിക്കും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ അനുവദിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ മോട്ടിവേറ്റ് ചെയ്യുവാണ് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലെത്തുന്ന മൃദുലേനെ മോളേനുമാണ് കേട്ടോ. ഈ സമയം മോഹൻ പുറത്തേക്ക് വരുമ്പോഴും അവരെ കാണുന്നതും അവരോട് ചോദിക്കണേ, അല്ല നിങ്ങളോ എന്താ ഇവിടെ? അല്ല സാർ, ഞങ്ങളൊരു പരാതി തന്നിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. ആ പരാതിയുടെ പേരും പറഞ്ഞ് മേലല്ല ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് അന്ന് തന്നെ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ? നിനക്കൊന്നും മനസ്സിലായില്ലേടി? ഈ സമയം മൃദുലയുടെ മോള് പറയണേ, അല്ല സാർ, ഒരു പരാതി തന്നു കഴിഞ്ഞാൽ അതിനെതിരെ എടുത്ത ആക്ഷൻ എടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് കിട്ടുമല്ലോ. ഞങ്ങൾക്ക് റെസിപ്റ്റ് തന്നാലും മതി. അത് ഞങ്ങളുടെ അവകാശമാണല്ലോ. ഓ, ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൻ്റെയൊക്കെ അവകാശം പറയാൻ എന്ത് ധൈര്യോടി നിനക്കൊക്കെ ഉള്ളത്? അതും ഈ ചന്ദ്രശേഖരൻ CA ആയിരിക്കുമ്പോൾ. നീയൊക്കെ കൂടുതൽ ഇവിടെ കിടന്ന് ഞങ്ങളിക്കല്ലേ? മര്യാദയ്ക്ക് ഇപ്പം തന്നെ രണ്ടു ഇറങ്ങിപ്പോ എന്നും പറഞ്ഞ് മൃദുലയെ പിടിച്ച് തള്ളുവാണ്. അന്നേരം ആ കുട്ടി പറയണേ, സാർ, എൻ്റെ അമ്മയെ ഉപദ്രവിക്കരുത്. അന്നേരം ആ കുട്ടിയുടെ കഴുത്തിൽ ഇങ്ങനെ നെക്കി പിടിച്ചുകൊണ്ട് CA പറയണേ, എടി കണ്ടവൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് അവൻ കയറി പിടിച്ചു ഇവൻ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പരാതിയുമായിട്ട് വരാൻ നിനക്കെന്ത് യോഗ്യതയോടെയുള്ള? അങ്ങനെയുള്ള നിൻ്റെയൊക്കെ പരാതിക്ക് കേസെടുക്കലല്ല എൻ്റെ ജോലി, മനസ്സിലായോടി? ഈ സമയം ഇതെല്ലാം രാധിക അവിടെ മറഞ്ഞു നിന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഇത് കണ്ടിട്ട് പോലീസുകാരെല്ലാം ഓടിക്കൂടുന്നുണ്ട്. സാറേ വിട്ടേക്ക് സാറേ, പ്രശ്നമാകും. അന്നേരം CI കൈവിടുവാണ്. എന്നിട്ട് പറയണേ, അതെ, രണ്ടുപേരും ഇനി ഈ പേരും പറഞ്ഞ് ഈ സ്റ്റേഷനിലേക്ക് വന്നാലുണ്ടല്ലോ, പിന്നീട് നിൻ്റെയൊക്കെ വീട്ടിലേക്ക് ഞാനൊരു വരവ് വരും. എന്നിട്ട് അമ്മേനെയും മോളെയും ശരിക്കൊന്ന് സൽക്കരിക്കേണ്ടി വരും എനിക്ക്. പിന്നെ നീയൊന്നും തല ഉയർത്തിപ്പിടിച്ച് ആൾക്കാരുടെ മുഖത്ത് നോക്കില്ല, മനസ്സിലായോ നിനക്കൊക്കെ? ഇറങ്ങിപ്പോടി ഇവിടുന്ന്. അങ്ങനെ മൃദുലയും മോളും കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാണ്. അങ്ങനെ ഈ ഒരു സീരിയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധിക റെക്കോർഡ് ചെയ്ത ആ ഫോണിൽ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് നേരെ ചെല്ലുന്നത് ഫിദയുടെ അരികിലേക്കായിരിക്കും. അങ്ങനെ ഫിദയോടോ അമൃതയോടോ ഒക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് രാധിക പറയുവാണ്. എന്നിട്ട് ആ വീഡിയോയും അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാളെ ഇനി അങ്ങനെ വിടാൻ പറ്റില്ല മാഡം. അയാളൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. മനുഷ്യരുടെ സങ്കടത്തിൻ്റെ വില എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ CI മോഹനിട്ട് ഒരു അടിപൊളി പണി കൊടുക്കാൻ തന്നെ രാധികം വരണം ചേർന്ന് തീരുമാനിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വൈകിട്ട് സന്ധ്യാദീപം കത്തിച്ച് അവിടെ ഇരുന്ന് ഭഗവാന്റെ കീർത്തനമൊക്കെ ആലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കേനെയും മുത്തശ്ശീനെയാണ് കേട്ടോ.
അങ്ങനെ പുതിയ എന്തോ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് അടുത്ത നീക്കമായിട്ട് വന്നിരിക്കുവാണ് രണ്ടും കൂടി. ഈ സമയം ദേവനും യശോദയും അങ്ങോട്ടേക്ക് വന്ന് അവരുടെ പുതിയ നാടകം കണ്ട് ഇതെന്തിനുള്ള പുറപ്പാടാണെന്ന് കാര്യവും ആലോചിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്